Good morning all. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ആണ് റിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദ അഗ്രിഗേഷൻ ഓഫ് ത്രീ എലമെന്റ്സ്. മൂന്ന് എലമെന്റ്സിന്റെ അഗ്രിഗേഷനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു മൂന്ന് എലമെന്റ്സ്? ഫസ്റ്റ് വൺ ഇൻകംസ് അണ്ടർ 5 ഹെഡ്സ്, 5 ഹെഡ്സിൽ നിന്നുള്ള ഇൻകം ആഫ്റ്റർ സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, ലോസസ് ഉണ്ടെങ്കിൽ എന്താണ് അത് സെറ്റ് ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തതിന് ശേഷമുള്ള ഹെഡ്സ് ഓഫ് ഇൻകം. ഓക്കെ, അതാണ് ഫസ്റ്റ് കോമ്പണന്റ് ഒരു എലമെന്റ് ആയിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, രണ്ടാമത്തത് പറഞ്ഞത് എന്തായിരുന്നു? ഡീംഡ് ഇൻകംസ് ആയിരുന്നു. മൂന്നാമത്തത് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിരുന്നു. ഓക്കെ, ഈ മൂന്ന് എലമെന്റ്സിന്റെയും അഗ്രിഗേഷനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ടാക്സബിൾ ഇൻകം എന്നാണ് പറയുന്നത്. ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകം ഓർ ടോട്ടൽ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ മേക്കിംഗ് ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്ന ഡിഡക്ഷൻസ് എന്ത് ചെയ്യാം, അലൗ ചെയ്തു കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് ലെസ് ചെയ്താൽ കിട്ടുന്ന ഇൻകം എത്രയാണോ അതിനെയാണ് ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് ആക്ടിലെ ചാപ്റ്റർ 6A സെക്ഷൻ 80C to 80U ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, 80C മുതൽ 80U വരെയാണ് ഡിഡക്ഷൻസ് പറയുന്നത്. അറൌണ്ട് 32 ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിഡക്ഷൻസും വരണമെന്നൊന്നുമില്ല. ഓക്കെ, ഏതാണോ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ആ അസസിയെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഡിഡക്ഷൻ അത് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ കിട്ടുന്ന ഇൻകം എത്രയാണോ അതിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഓർ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻകത്തിന്റെ മുകളിലാണ് അസസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, however the deductions are not allowed from the following incomes although these incomes are part of gross total income. ഓക്കെ, അതിന് കുറച്ച് എക്സെപ്ഷൻ കേസുകളാണ് പറയുന്നത്. ഇപ്പോ ചില ഇൻകംസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഡിഡക്ഷൻസ് അലൗ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻസ് ഈ ഇൻകത്തിന്റെ മുകളിൽ ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻകംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ LTCG. LTCG മീൻസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ എന്ത് പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ covered under section 111A. എന്താണ്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സിന്റെ യൂണിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിൻ, ദാറ്റ് ഈസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ആ ക്യാപിറ്റൽ ഗെയിൻ ആണ് 111A പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ മുകളിൽ ഡിഡക്ഷൻസ് അലൗ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, STCH അല്ല, STCG ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചിടാം. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, സെക്കൻഡ് വൺ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കവേർഡ് അണ്ടർ സെക്ഷൻ 111A. Okay, then third one casual incomes, winning from lotteries, races, etc. Okay, അപ്പൊ എന്താണ്, നോട്ട് റെക്കറിംഗ് നേച്ചർ. ഓക്കെ, വല്ലപ്പോഴും കിട്ടുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും, അതാണ് കാഷ്വൽ ഇൻകംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുൻ ഡിഡക്ഷൻ അലവബിൾ അല്ല. ദെൻ ഇൻകം റെഫേർഡ് ടു സെക്ഷൻസ് 115A, 115AB, 115AC, 115ACA, 115AD, 115D. ഓക്കെ, നമുക്ക് ഈ സെക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല, അത് കമ്പനീസിന്റെ കേസിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ പ്രകാരം എന്തെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻസ് അലൗ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻസ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കമ്പനീസിന്റെ അസസ്മെന്റ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂലും വരാൻ ചാൻസ് ഉള്ളത് എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, 111A, വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ഓർ റേസസ്, കാഷ്വൽ ഇൻകംസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ മൂന്ന് ഐറ്റംസ്, ഈ മൂന്ന് ഇൻകത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻസ് അലൗ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അത്. ഓക്കെ, ഇത് ഈ 3 ഇൻകംസ് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഡിഡക്ഷൻസ് അലവബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബേസിക് റൂൾസ് ആ പറയുന്നത്. ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിൽ certain റൂൾസ് പറയുന്നു. ഓക്കെ, അതിലെ ഫസ്റ്റ് റൂൾസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് ചില ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻസ് അലവ് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് റൂൾ ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത്, വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ലിമിറ്റ് ഓഫ് ഡിഡക്ഷൻ, എത്ര എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. The aggregate amount of deduction cannot exceed gross total income of the assessee excluding the above income. ഓക്കെ, അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണോ അതിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല ഡിഡക്ഷന്റെ എമൗണ്ട് എന്ന് പറയും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, എക്സ്ക്ലൂഡിങ് അബവ് ഇൻകംസ്, മുകളിൽ 4 ഇൻകംസ് പറഞ്ഞിട്ടുണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഇൻകംസ്, ദാറ്റ് ഈസ് അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഡക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് മാക്സിമം ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലവ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഒരു അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണോ അത്രയും എമൗണ്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. ഡിഡക്ഷൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തത്, ഡിഡക്ഷൻ മസ്റ്റ് ബി ക്ലെയിംഡ് ബൈ ദി അസസി. ഓക്കെ, ഈ ഡിഡക്ഷൻ എന്താണ്, ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഡക്ഷൻസ്, ഇപ്പൊ ഒരു അസസിക്ക് ഈ ഡിഡക്ഷൻസിനെ കുറിച്ചൊന്നും അവെയർ അല്ലെങ്കിൽ ഹി കനോട്ട് ക്ലെയിം സച്ച് ഡിഡക്ഷൻ അല്ലെ. 80C മുതൽ 80 വരെ അറൌണ്ട് 32 ഡിഡക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡിഡക്ഷനെ കുറിച്ചൊന്നും അറിവില്ല, അയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഡിഡക്ഷനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡിഡക്ഷൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഡിഡക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലും അത് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ അത് അസസി തന്നെ തീരുമാനിക്കാം. ഓക്കെ, അസസി ക്ലെയിം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ അലവബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരില്ല, ഡിഡക്ഷൻ ലെസ് ചെയ്ത് പോവില്ല. ഒരു അസസി ക്ലെയിം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ അസസി എന്ത് ചെയ്തിരിക്കണം, ക്ലെയിം ചെയ്തിരിക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്, ഡബിൾ ഡിഡക്ഷൻ നോട്ട് പെർമിസിബിൾ. നാല് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ പാർട്ടായിട്ടുള്ള സെർട്ടൻ ഇൻകത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻസ് അലവ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണ് ഇൻകംസ് എന്നാണ് പറഞ്ഞത്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് സെക്ഷൻ 111A, then casual incomes, then certain കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം certain സെക്ഷൻസ് ആണ് 115, 115A, 115AB. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു, ഡിഡക്ഷൻസ് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ഷൻ അലവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ തേർഡ് വൺ പറഞ്ഞത്, ഡിഡക്ഷൻ must be claimed by the assessee. Okay, deduction allowed only when it is claimed by the assessee. Assessee claim ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻസ് അലവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഡക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നാലാമത് പറയുന്നതാണ്, ഡബിൾ ഡിഡക്ഷൻ നോട്ട് അലൗഡ് or permissible. Okay, double deduction not allowed and deduction cannot exceed the profit of the particular undertaking or unit or enterprise. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നാലാമത്തെ പോയിന്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകംസ് in case of an assessee, any amount of profit of an undertaking is claimed and allowed as deduction under any of the provisions of assessment year. The deduction in respect of such profit shall not be allowed under any other provisions of the act. Okay, at a time രണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ട് പേര് അല്ലെങ്കിൽ രണ്ട് അസസീസ് സെയിം ഡിഡക്ഷൻസ് അലവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത് നാലാമത്തെ പോയിന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ ബേസിക് റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിന്റെ ഒരു ഓവർ വ്യൂ ആണ് പറയുന്നത്. ഓക്കെ, ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് വൺ ആണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൻ പേയ്മെന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ്.
ഓക്കെ, പേയ്മെന്റ്സിന്റെ മുകളിൽ സെർട്ടൻ പേയ്മെന്റ്സിന്റെ മുകളിൽ അസസിക്ക് ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷൻസ്. പേയ്മെന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ LIC ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് പേയ്മെന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ്സിന്റെ മുകളിൽ കിട്ടുന്ന ഡിഡക്ഷൻസ് ആണ് ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. സെക്കൻഡ് കേസും തേർഡ് കേസും ഇൻകം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൻ ഇൻകംസ്, അതിൽ 3 പറയുന്നുണ്ട്. ഓക്കെ, ഈ 3 പുറമെ വരുന്ന അതർ ഡിഡക്ഷൻസ് ആണ് തേർഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അതർ ഇൻകംസ് 80TTA, 80TTB, 80U. സോറി, 80TTAയും 80TTBയും ട്ടോ. ഓക്കെ, ഈ 2 ഡിഡക്ഷൻസ്. അതർ പ്രൊവിഷൻസ് ആയിട്ടാണ് 80U പറയുന്നത്. ഓക്കെ, ഇതിന് പുറമെ ജനറൽ പ്രൊവിഷൻസ് വേറെയും പറയുന്നുണ്ട്. 81A, 81B എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും പറയുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഡിഡക്ഷൻസിന് നമുക്ക് മെയിൻ ആയിട്ട് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആൻഡ് ഇൻകം ബേസ്ഡ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓർ എന്താണ് പേയ്മെന്റ് ബേസ്ഡ്. ഓക്കെ, ഡിഡക്ഷൻസ് ഗിവൺ വെൻ സർട്ടൻ പേയ്മെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ മെയ്ഡ്. RSC എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റോ നടത്തുകയാണെങ്കിൽ അതിന്റെ മുകളിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന ഈ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, then second one ആണ് income based deduction on given respect of certain incomes included in GTI. Okay, GTI യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന certain ഇൻകംസുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ്. ഓക്കെ, അതാണ് ഈ 2 കാറ്റഗറിയിൽ പറയുന്നത്. ഓക്കെ, ഈ 2 കാറ്റഗറിയിലാണത് ഇൻകം ബേസ്ഡ് ഡിഡക്ഷൻസ് പറയുന്നത്. ഓക്കെ, അതിന് പുറമെ പറയുന്ന ഡിഡക്ഷൻ ആണ് അതർ ഡിഡക്ഷൻ ആയിട്ട് 80U. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. മെയിൻ ആയിട്ട് നമുക്ക് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആൻഡ് ഇൻകം ബേസ്ഡ്. ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓർ പേയ്മെന്റ് ബേസ്ഡ് എന്ന് കൂടെ പറയാം. ഓക്കെ, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് നടത്തുമ്പോഴോ RSCക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓർ പേയ്മെന്റ് ബേസ്ഡ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻകം ബേസ്ഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെർട്ടൻ ഇൻകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഡക്ഷൻസ് RSC ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻസ് ആണ് ഇൻകം ബേസ്ഡ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ അതർ ഡിഡക്ഷൻസും പറയാം കേട്ടോ. അതർ ഡിഡക്ഷൻസിൽ ഒന്നാ പറയുന്നത് 80U. ഓക്കെ, അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓർ പേയ്മെന്റ് ബേസ്ഡ് ഇതിലാണ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിച്ചു കാണുന്ന രീതിയും തന്നെയാണ്. ഓക്കെ, then ഈ 2 പോയിന്റ്സ് ഇൻകം ബേസ്ഡ് ആണ്. then അതർ ഡിഡക്ഷൻ ആണ് 80U. ഓക്കെ, then നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഓരോ ഡിഡക്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അതിലെ ഒരു ഡിഡക്ഷൻ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ETC എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓർ പേയ്മെന്റ് ബേസ്ഡ് ഡിഡക്ഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ETC മാത്രം. ഓക്കെ, ETC തന്നെ ETCC, ETCCD, ETCCB, ETCCE എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഇതിൽ ETC മാത്രം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 80C പറയുന്നത്, 80C എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓർ പേയ്മെന്റ് ബേസ്ഡ് ഡിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഒരു ഡിഡക്ഷൻ ആണത്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പേയ്മെന്റ് ഓഫ് LIC പ്രീമിയം. ഓക്കെ, LIC പ്രീമിയം ഓർ കോൺട്രിബ്യൂഷൻ ടു PF. ഓക്കെ, PF എന്താണ്? പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് LIC പ്രീമിയം പേ ചെയ്യുകയോ. ഓക്കെ, LIC എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രീമിയം പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ പ്രീമിയം പേയ്മെന്റ് നടത്തുമ്പോഴും അതാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷൻ ആണിത്. ഓക്കെ, അതിലെ ഫസ്റ്റ് കേസ് നോക്കാം. എലിജിബിൾ അസസി. ആർക്കൊക്കെ ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എലിജിബിൾ അസസി. ഓക്കെ, നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസീസ് പറയുന്നുണ്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ലെ. അതൊക്കെയാണ് ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. നമുക്ക് ഒരുപാട് അസസീസ് നമുക്ക് ആക്ടില് സ്പെസിഫൈ അസസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിലെ ഇൻഡിവിജ്വലിനും HUF-നും മാത്രം അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന എലിജിബിൾ ആയിട്ട് വരുന്ന ഒരു ഡിഡക്ഷൻ ആണ് 80C എന്ന് പറയുന്നത്.
ഓക്കെ, അതിൽ എത്ര എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും എന്നാ പറയുന്നത്? ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ ₹1,50,000, മാക്സിമം 1,50,000 ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, എത്രയാണോ എന്താണ് പേയ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ഒരു എമൗണ്ട് ഒരു സീനിയർ ലിമിറ്റാ പറയുന്നത് 1,50,000. അതിൽ ലോവർ എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് ആണ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മാക്സിമം 1,50,000. 80C എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം മാക്സിമം 1,50,000 ആണ്. ഓക്കെ, എമൗണ്ട് ലിമിറ്റ് 1,50,000 ആണ്. ഓക്കെ, അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 80C പ്രകാരം റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. 80C മാക്സിമം 1,50,000 ആണ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 80C സെർട്ടൻ ഏതൊക്കെ പേയ്മെന്റ്സ് ആണ് പ്രധാനമായിട്ടും വരിക? ഓക്കെ, അതിൽ വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കുറച്ചധികം ഉണ്ട്. നമുക്ക് ഒരു 15 എണ്ണം ഉണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ LICന്റെ കേസിൽ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആ സ്കീം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ, പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓൺ ദി ലൈഫ്. ഓക്കെ, the life of individual himself or spouse or any other children of such individual. Okay, അതാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു LIC പ്രീമിയം പേയ്മെന്റ് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ LIC പോളിസി എടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വലിന്റെ പേരിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ലൈഫിന്റെ മുകളിൽ എടുത്തിരിക്കുന്ന പോളിസിന്റെ മുകളിൽ മാത്രം, LICന്റെ മുകളിൽ കൊടുക്കുന്ന പ്രീമിയത്തിന് മാത്രമല്ല ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരിക. ആരുടെ കേസിൽ വരും? ഇൻഡിവിജ്വൽ ഹിംസെൽഫ്, സ്പൗസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഹസ്ബൻഡ് ഓർ വൈഫ്. ഓക്കെ, എനി ചൈൽഡ് ഓഫ് സച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ, ആ ഇൻഡിവിജ്വലിന്റെ മക്കൾ, അത് മാരീഡ് ആയിക്കോട്ടെ, സിംഗിൾ ആയിക്കോട്ടെ, ഡിപെൻഡന്റ് ആയിക്കോട്ടെ, ഇൻഡിപെൻഡന്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇവരുടെ പേരിലൊക്കെ എടുത്തിട്ടുള്ള LIC പോളിസിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രീമിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻഡിവിജ്വലിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി HUFന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ പേര് എടുത്തിരിക്കുന്നതായിരിക്കാം? എനി ഫാമിലി മെമ്പർ, HUFിലെ ഏതൊരു ഫാമിലി മെമ്പറിന്റെ പേരിൽ എടുത്തിട്ടുള്ള പോളിസിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രീമിയം എന്തായിട്ട് എടുക്കാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിലും കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഒരു എമൗണ്ട് ലിമിറ്റുകൾ പറയുന്നുണ്ട്. ഓക്കെ, അവിടെ പോളിസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 1/4/2012 മുമ്പേ ആണെങ്കിൽ, ഓക്കെ, 1/4/2012 മുമ്പേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് പ്രീമിയം പേ ചെയ്യണതൊക്കെ നോക്കുക. ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. 1/4/2012 മുമ്പേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പോളിസി ആണെങ്കിൽ, ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ എത്ര എമൗണ്ട് ആണ് 80C പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. എത്രയാണ്? പ്രീമിയം പെയ്ഡ് ഓർ 20% ഓഫ് ദി പോളിസി എമൗണ്ട് whichever is less. എത്രയാണ് പ്രീമിയം പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിസി എമൗണ്ടിന്റെ 20%. അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്തിട്ട് അതിൽ ലീസ്റ്റ് എമൗണ്ട് എത്രയാണ് വരുന്നത്, അത്ര എമൗണ്ട് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക, 1/4/2012. ഓക്കെ, ഇനി 1/4/2012 ശേഷം ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പോളിസി ആണെങ്കിലോ, ആ 20 എന്നുള്ളത് എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. ഓക്കെ, പ്രീമിയം പെയ്ഡ് ഓർ 10% ഓഫ് ദി പോളിസി എമൗണ്ട് whichever is less. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കുക. ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2013. 2013 ശേഷം ഇഷ്യൂ ചെയ്തിട്ടുള്ള പോളിസിയാണ്. ഓക്കെ, അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ലൈഫ് ഓഫ് എ ഡിസാബിൾഡ് പേഴ്സന്റെ ലൈഫിന്റെ മുകളിൽ എടുക്കുന്ന പോളിസി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ ഡിസാബിൾഡ് പേഴ്സൺ നോട്ട് ചെയ്ത് വയ്ക്കാം. അവിടെ ആകുമ്പോൾ അതിന്റെ പോളിസി എമൗണ്ടിന്റെ 15% അല്ലെങ്കിൽ പ്രീമിയം പെയ്ഡ് whichever is less ആയിരിക്കും. ഓക്കെ, അപ്പോൾ പെർസെന്റേജ് നോട്ട് ചെയ്ത് വയ്ക്കാം. നോർമലി പറയുന്നത് എത്രയാണ്? 10% ആണ്. ഓക്കെ, ഡിസാബിൾഡ് ആണെങ്കിൽ 15% ആവും. ദെൻ 12 മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പോളിസി ആണെങ്കിൽ 12%. ഓക്കെ, അപ്പൊ അതാണ് ഇൻഷുറൻസ് പ്രീമിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ഇൻഡിവിജ്വലിനും അതേപോലെ HUFനും എന്ത് ചെയ്യാൻ പറ്റും?
ഈ ATC പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. മാക്സിമം 150,000 അല്ലെ മാക്സിമം 150,000 ആണ്. ഓക്കെ, ആ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഡക്ഷൻ ആണ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഓക്കെ, ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ പേരിലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ലൈഫിന്റെ മുകളിൽ എടുത്തിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കും അതുപോലെ സ്പൗസ് ഓർ എനി ചിൽഡ്രൻ ഓഫ് സച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇപ്പൊ ഇവര് ഈ 3 കേസിലും 3 പേരുടെയും എന്താണ് ലൈഫിന്റെ മുകളിൽ എടുത്തിട്ടുള്ള ഇൻഷുറൻസിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രീമിയം, ആ പ്രീമിയം എത്രയാണോ അത് ആ പ്രീമിയത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. HUFന്റെ കേസ് ആണെങ്കിൽ എനി ഫാമിലി മെമ്പർ. ഓക്കെ, ഇനി അതില് പറയുന്ന കേസ് പ്രൊവിഷൻസ് ആ പറയുന്നത് പോളിസി ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നോക്കിയിട്ടാണ് അത് പറയുന്നത്. പോളിസി ഇഷ്യൂ ചെയ്യുന്നത് 1/4/2012 14/2012 മുമ്പേ ആണ് ഇഷ്യൂ ചെയ്യണതെങ്കിൽ എത്രയാണോ പ്രീമിയം പേ ചെയ്തിട്ടുള്ളത് ആ പ്രീവിയസ് ഇയർ നോക്കണം. ആ പ്രീവിയസ് ഇയറിൽ എത്രയാണോ പ്രീമിയം പേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പോളിസി എമൗണ്ടിന്റെ 20% whichever is less. ഓക്കെ, ഇനി 1/4/2012 ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് ഓർ 10% ഓഫ് ദി പോളിസി എമൗണ്ട് whichever is less. ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ അതേപോലെ പോളിസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2013 ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് 15% ഓഫ് ദി പോളിസി എമൗണ്ട് whichever is less. ഓക്കെ, നോട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ATC നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, പ്രോബ്ലം 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ പെർസെന്റേജ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ATCയിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ് എന്ത്, പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഓർ സ്പൗസ് ഓർ എനി ചൈൽഡ് ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇൻഡിവിജ്വലിന്റെ കേസ് ആണെങ്കിൽ ഇനി HUFന്റെ കേസ് ആണെങ്കിൽ എനി ഫാമിലി മെമ്പർ ഓഫ് ദാറ്റ് HUF. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് പറയും. ഈ സെക്കൻഡ് ഡിഡക്ഷൻ ആണ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഇൻ PF ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. ഓക്കെ, PF എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആവാം, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആവാം, ദെൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആവാം. ഓക്കെ, ഈ 3 അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇതിൽ അപ്ലിക്കബിൾ അല്ല, നോട്ട് ചെയ്ത് വെക്കാം. SPF, RPF, PPF ആണ്. ഓക്കെ, ഈ 3 PF അക്കൗണ്ടിലേക്ക് എംപ്ലോയി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ATC പ്രകാരം ഡിഡക്റ്റ് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, മാക്സിമം എത്രയാണ്, 1,50,000. ഓക്കെ, then contribution made in an approved superannuation fund. Approved superannuation ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും ATC പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യും, മാക്സിമം 1,50,000. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 എണ്ണം പറഞ്ഞു. അപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ ആ 3 എണ്ണത്തിന്റെ എമൗണ്ട് നോക്കിയിട്ട് അത് ഒരു ഈ 3 എണ്ണം നിങ്ങൾ ചെയ്തു, ഒരു അസസിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ ആണ് 3 എണ്ണം. ആ 3 എണ്ണത്തിന്റെ എമൗണ്ട് കൂട്ടി നോക്കിയപ്പോ, അയാളുടെ ഇൻകം കൂട്ടി നോക്കിയപ്പോ, അല്ലെങ്കിൽ അയാളുടെ പേയ്മെന്റ് കൂട്ടി നോക്കിയപ്പോ ഒരു 3 lakh വന്നു, അല്ലെങ്കിൽ 4 lakh വന്നു. ഓക്കെ, 4 lakh വന്ന സ്ഥിതിക്ക് എത്രയാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ, മാക്സിമം 1,50,000 ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം, എത്രയാണോ കൂടുതൽ വന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം എത്രയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, 1,50,000 ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ATCയിൽ ഒരു 15 ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ആ 15 ഡിഡക്ഷൻസിന്റെ ടോട്ടല് 1,50,000 എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, മാക്സിമം 1,50,000 പാടും. ഓക്കെ, നാലാമത്തത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്നതാണ് ട്യൂഷൻ ഫീസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ എന്താണ് ട്യൂഷൻ ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്, എനി സം പെയ്ഡ് ആസ് ട്യൂഷൻ ഫീസ് എക്സ്ക്ലൂഡിംഗ് any payment towards development fees or donation to any school, colleges or university for the purpose of education of 2 children in India. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മക്കൾക്ക് വരുന്ന ട്യൂഷൻ ഫീസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ട്യൂഷൻ ഫീസ് ഉദ്ദേശിക്കുന്നത് പക്ക ട്യൂഷൻ ഫീ തന്നെ ആയിരിക്കണം. അത് ഡൊണേഷനോ മറ്റ് എന്താണ് PTA ഫീസ് അങ്ങനെ മറ്റ് ഫീസുകളൊക്കെ ഉണ്ടായിരിക്കും, ഡെവലപ്മെന്റ് ഫീസ്, ആക്ടിവിറ്റി ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഫീസുകൾ കളക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ കോളേജസ്. ഓക്കെ, കോളേജ് അതുപോലെ സ്കൂൾ, യൂണിവേഴ്സിറ്റി ഒക്കെ.
ഓക്കെ, അതിന് മൂന്നിനും ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്തെങ്കിലും എമൗണ്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇതിൽ വരില്ല. ഓൺലി ട്യൂഷൻ ഫീസ് മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റ് ഡൊണേഷൻ, ഡെവലപ്മെന്റ് ഫീസ്, ആക്ടിവിറ്റി ഫീസ്, ഓക്കെ, അതുപോലെ മറ്റു വേറെ ഒരുപാട് ഫീസുകൾ വരും, കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ മുകളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓൺലി ട്യൂഷൻ ഫീസ്, അതിന്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ ദി പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് 2 children ഇൻ ഇന്ത്യ, 2 കുട്ടികൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ട്യൂഷൻ ഫീ, 2 കുട്ടികളുടെ ട്യൂഷൻ ഫീ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പഠിക്കണത് എവിടെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഇന്ത്യയിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ സ്കൂളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. ഓക്കെ, അവിടെ കൊടുക്കുന്ന ട്യൂഷൻ ഫീസിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, then fifth one, fixed deposits with scheduled bank. scheduled ബാങ്കിൽ എന്താണ് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിന്റെ പീരീഡ് പറയുന്നുണ്ട് 5 വർഷത്തിന് മിനിമം 5 വർഷമെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള FD, അപ്പൊ FD ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ATC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് ലെസ് ദാൻ 5 years. ഓക്കെ, then deposit in 5 years പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓക്കെ, പോസ്റ്റ് ഓഫീസിലെ 5 years ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ATC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. then repayment of house building loan. ഓക്കെ, ഹൗസ് ബിൽഡിംഗ് ലോൺ, ഒരു വീട് വെക്കാനായിട്ട് ലോൺ എടുക്കുകയാണ്. ഓക്കെ, ഹൗസിംഗ് ലോൺ എടുക്കുകയാണ്. ഈ ഹൗസിംഗ് ലോണിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റ്, ഓക്കെ, ഇൻട്രസ്റ്റ് അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അത് എന്തായിട്ട് എടുക്കാം, ATC പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ഹൗസിംഗ് ലോൺ. then 8th one, purchase of national savings certificate, 8th and 9th issue. ഓക്കെ, NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സിന്റെ 8th and 9th ഇഷ്യൂല് എന്തെങ്കിലും എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ATC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ NSC, NSCയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. then subscription to eligible issue of capital, subscription to unit linked insurance plan, subscription to any unit of mutual fund. ഓക്കെ, ഈ 3 പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് അതും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ATC പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, then purchase of infrastructure bond പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, then senior citizen savings scheme 2004 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ATCയിൽ പറയുന്ന ഡിഡക്ഷൻസ്. ഈ ഡിഡക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം, കാണാതെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് ATCയിൽ എന്താണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ. ഓക്കെ, അപ്പൊ ഇവിടെ 15 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 15 എണ്ണത്തിന് കൂടെ മാക്സിമം എത്രയും ക്ലെയിം ചെയ്യാൻ പറ്റും, 1,50,000 ആണ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 15 ഡിഡക്ഷൻസും ഒരു SSC ക്ലെയിം ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ 1-2 ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ SSCക്ക് ഒരു ഡിഡക്ഷനും ചിലപ്പോൾ എന്താണ് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അലവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാം. ഓക്കെ, ഇത് നിർബന്ധമൊന്നുമില്ല. SSC ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 15 ഡിഡക്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ, ഈ 15 എണ്ണത്തിൽ 15 എണ്ണത്തിന്റെ ടോട്ടൽ നോക്കിയിട്ട് അതിന് മാക്സിമം 150,000 ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ATC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ്. മാക്സിമം 1,50,000 ആണ് വരിക. ഇതിൽ ATCയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇൻഷുറൻസിന്റെ കേസാണ്, പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കുക, ആ ഡേറ്റ് നോക്കി വെക്കുക, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് എന്നും നോക്കി വെക്കുക. ഓക്കെ, ട്യൂഷൻ ഫീസ് അതുപോലെ ഹൗസിംഗ് ലോണൊക്കെ മിക്ക ഇതിലും ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ്, ക്വസ്റ്റ്യൻസിലും കണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി 80C കാറ്റഗറിയിൽ അതിന്റെ സബ് കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ഡിഡക്ഷൻസ് ഇനിയും പഠിക്കാനുണ്ട്. 4-5 ഡിഡക്ഷൻസ് വീണ്ടും പഠിക്കാനുണ്ട്, നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ടാക്സബിൾ ഇൻകം, അതുപോലെ അതിലെ ബേസിക് റൂൾസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് അത് നോക്കി വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആൻഡ് ഇൻകം ബേസ്ഡ് ആണ്. ഓക്കെ, 80C മുതൽ 80U വരെയാണ് ഡിഡക്ഷൻസ് പറയുന്നത്. 80C എന്ന് പറയുന്ന ഡിഡക്ഷനിൽ എത്രയാണ്, സെക്ഷൻ 80Cയില് 150,000 ആണ് മാക്സിമം ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, താങ്ക് യു.